ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കുണ്ടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ടെൻഷനോടുകൂടി സുഭാഷ് മനസ്സിലായി പറയുന്നു, എവിടെ പോയി എല്ലാവരും? ലൈറ്റ് പോലും ഇട്ടിട്ടില്ലല്ലോ. നികേഷിന് പനി കൂടിയിട്ട് സുധീഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണും. അങ്ങനെ സുധീഷ് എന്ന് ഉറക്കെ പിടിച്ച് അകത്തേക്ക് കയറി വരികയാണ് സുഭാഷ്. ഈ സമയം പനിച്ച് വിറച്ച് കിടക്കുകയാണ് നികേഷ്. നികേഷ് എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്ന് ലൈറ്റ് ഇട്ട് സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നികേഷ് ലൈറ്റ് പോലും ഇല്ലാതെ കിടക്കുന്നത്? നല്ല ചൂടുണ്ടല്ലോ, നീ ഗുളിക കഴിച്ചില്ലേ? അപ്പൊ നികേഷ് പറയുകയാണ്, ഗുളിക കഴിച്ചു സുഭാഷ് ഏട്ടാ. നെറ്റിയിൽ തൊട്ട് നോക്കി സുഭാഷ് പറയുന്നു, നല്ല ചൂടുണ്ടല്ലോ, ഒട്ടും പനി കുറവില്ല. സുധീഷ് എവിടെ? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ എവിടെ ഇല്ല. സുഭാഷ് ചോദിക്കുന്നു, വീട്ടിലില്ലെന്നോ? നിന്നെ തനിച്ചാക്കിയിട്ട് അവൻ എവിടെ പോയതാ? അപ്പൊ നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ രാവിലെ തന്നെ ഇവിടുന്ന് പോയി. സുഭാഷ് ചോദിക്കുന്നു, രാവിലെ പോയെന്നോ? രാവിലെ മുതൽ നീ തനിച്ചാണോ ഈ വീട്ടില്? നീ കഴിച്ചോ? അപ്പൊ നികേഷ് പറയുകയാണ്, കഴിച്ചു സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് ചോദിക്കണേ, നിനക്ക് എന്നെ ഒന്ന് ഫോൺ വിളിച്ചോണ്ടായിരുന്നോ? ഇത്രയും പനിയായിട്ട് നീ തനിച്ചാണോ വീട്ടിലിരുന്നത്? ഈ സുധീഷ് എവിടെ പോയി കിടക്കുക? അറിയില്ല സുഭാഷ് ഏട്ടാന്നാ നികേഷ് പറയും. നികേഷിന് ഗുളികയൊക്കെ എടുത്തു കൊടുത്ത് നെറ്റിയിൽ നനച്ച തുണിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് സുഭാഷ്. തുടർന്ന് സുഭാഷ് പറയുകയാണ്, ഈ അവസ്ഥയിൽ നിന്നെ വിട്ടുപോകാൻ അവൻ എങ്ങനെ തോന്നി? ഇത്രയും പനി കൂടിയിരിക്കുന്നവനെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോകണമായിരുന്നോ? വാടാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. സാരമില്ല സുഭാഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയണം, അതൊന്നും പറയാൻ പറ്റില്ല, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി സുഭാഷ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തുടർന്ന് നിധി ഭക്ഷണം കഴിക്കാനായി വരുമ്പോൾ ഒരാൾ സോറി എഴുതിയ ഒരു പേപ്പർ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്തിനു സോറി? ഇത് കേട്ട് അവർ ചിരിക്കുമ്പോൾ ഓരോരുത്തരായി നിധിയുടെ കയ്യിൽ സോറി എന്ന് എഴുതിയ പേപ്പർ കൊടുക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്താ ഇത്? നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ സോറി എഴുതി തരുന്നത്? ഇതൊന്നും ഞങ്ങൾ എഴുതി തന്നതല്ലാന്ന് അവർ പറയുമ്പോൾ നിധി സംശയത്തോടു കൂടി നിൽക്കുകയാണ്. അവർ പറയുന്നു, അന്ന് ഹാൻസം ആയിട്ടുള്ള ഒരാള് ബലൂണിൽ സോറി എന്നൊക്കെ എഴുതി പറപ്പിച്ചിട്ടില്ലേ, അയാളാ നിധിയുടെ ഈ തരണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ കയ്യിൽ തന്നത്. എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉള്ളതാ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞാ നീ പൊടിയെന്ന് പറഞ്ഞാൽ അവൻ പോകും. ഇങ്ങനെയൊന്നും അവൻ ചെയ്യാറേ ഇല്ല. നിധിയോട് എന്ത് സ്നേഹം ഉണ്ടായിട്ടാ അയാള് ഇത്രയും എഫോർട്ടൊക്കെ എടുത്ത് സോറി പറയുന്നത്. ക്ഷമിക്ക്. അങ്ങനെ അവർ എല്ലാവരും സുധീഷിനോട് നിധി ക്ഷമിക്കണമെന്ന് പറയുകയാണ്. എല്ലാം കേട്ട് ഭക്ഷണം കഴിക്കാതെ നിധി റൂമിലേക്ക് പോകുന്നു. ഇന്നും പുറത്തു വന്ന് നിൽപ്പുണ്ടോ എന്ന് പറഞ്ഞ് നിധി സുധീഷ് പുറത്തുണ്ടോന്ന് ജനലിലൂടെ നോക്കുകയാണ്. അവിടേക്ക് വന്ന ദിവ്യ പറയുകയാണ്, കഴിക്കാൻ വന്നിട്ട് എന്താ കഴിക്കാതിരുന്നത്? കഴിക്കാൻ തോന്നിയില്ലെന്ന് നിധി പറയുമ്പോൾ ദിവ്യ പറയുകയാണ്, ക്യാരക്ടർ നല്ലതാണെന്ന് തോന്നുന്നു. എന്തോ തെറ്റുപറ്റി പോയതിന് ഇങ്ങനെ പിന്നാലെ നടന്ന് മാപ്പ് ചോദിക്കുന്ന ആളിനോട് ക്ഷമിക്കാൻ എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? എന്താ നിധിയുടെ പ്രശ്നം? അവരോടാരോടും പറയാൻ പറ്റുന്നില്ലെങ്കിൽ പറയണ്ട. പക്ഷെ ഞാൻ നിധിയുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളല്ലേ, എന്നോടെങ്കിലും പറ. പ്രണയമാണോ? അപ്പൊ നിധി പറയുകയാണ്, പ്രണയമല്ല, ഒന്നുമല്ല. ഒരു തെറ്റ് ചെയ്തിട്ട് എന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നടക്കുക. ദിവ്യ അത് വിട്. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ് നിധി എന്ന് പറഞ്ഞ് ദിവ്യ അവിടെ വന്ന് പോവുകയാണ്. നിധി ഓർക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷ് തന്റെ കഴുത്തിൽ താലി കിട്ടിയതും ഭാസ്കരൻ ഹോസ്റ്റലിൽ വന്ന് മാപ്പ് പറഞ്ഞതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തനിക്ക് വേണ്ടി സുധീഷ് രാജീവിന്റെയും സൂര്യയുടെയും അരുണിന്റെയും തല്ലുകൊണ്ടതും സുധീഷ് തന്റെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വാങ്ങി തന്നതും തന്റെ വീട്ടുകാർ സുധീഷിനെ കൊല്ലാൻ ശ്രമിച്ചതും സുധീഷ് നിധിക്ക് സ്കൂട്ടർ വാങ്ങി കൊടുത്തതും അതെല്ലാം ഓർക്കുകയാണ്. തുടർന്ന് നിധി മനസ്സിൽ പറയുകയാണ്, ഇപ്പൊ സുധീഷിന് എന്താ പറ്റിയത്? അങ്ങനെ നിധി വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അവിടെയെങ്ങും ആരുമില്ല. തുടർന്ന് സുധീഷ് ഫോണിൽ നോക്കി ഹോളിലിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും നികേഷിനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് ഹരീഷും സുഭാഷും. എന്ത് പറ്റിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. സുധീഷ് പറയുകയാണ്, നിങ്ങളോടാ ഞാൻ ചോദിച്ചത്, എന്താ പറ്റിയത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പോകാൻ നോക്കുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ നികേഷിനോടാ ചോദിച്ചത്, എന്ത് പറ്റിയടാ? സുഭാഷ് നികേഷും മരുന്നൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. എടാ നികേഷ്, എന്ത് പറ്റി നിനക്ക്? തീരെ വയ്യായോ എന്നൊക്കെ ചോദിച്ച് സുധീഷ് അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കണം, എടാ സുധീഷ്, നിനക്ക് വിവരമില്ലേ? നികേഷിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ നോക്കാൻ പറ്റില്ല എന്ന് പറയണം. രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ നോക്കിക്കോളാം, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും, എനിക്ക് വേറെ എന്ത് ജോലിയാ ഉള്ളത്? ഞാൻ നികേഷിനെ നന്നായി നോക്കിക്കോളാം എന്ന് പറഞ്ഞതല്ലേ? നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവനെ ഇവിടെ ആക്കിയിട്ട് പോയത്? അപ്പൊ നീ ഇവനെ തനിച്ചാക്കി പുറത്തു പോയിരിക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, അവനെന്താ കൊച്ചു കുട്ടിയാണോ? അപ്പൊ ഹരീഷ് അറിയിക്കണം, കൊച്ചു കുട്ടിയോ വലിയ കുട്ടിയോ, അവന് വയ്യാതിരിക്കുകയല്ലേ, അപ്പൊ ആരെങ്കിലും അവന്റെ കൂടെ വേണ്ടേ? സുഭാഷ് ഏട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടൻ ജോലിക്ക് വെക്കോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് സുധീഷ് ഏട്ടൻ നികേഷിനെ നോക്കണ്ടായിരുന്നു? എവിടെ ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുന്നു. സുഭാഷ് ഏട്ടൻ രാത്രി വീട്ടിൽ വന്നപ്പോൾ പാലിച്ച് വിറയ്ക്കുകയായിരുന്നു നികേഷ്. ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് കൊണ്ടുവരുക. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഫിക്സ് വന്നേനെന്ന് ഡോക്ടർ പറഞ്ഞു. സത്യമാണോടാ നികേഷ് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് അറിയുകയാണ്, ഞാൻ സമ്മതിച്ചു, നിന്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തവനാകുമോ? അവനെ നോക്കുമെന്ന് ഞാൻ നിന്നോട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് ഞാൻ അവനെ നോക്കിയോളാമെന്ന്? നിനക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറയണ്ടായിരുന്നു, അവനെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോകണമായിരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഇവന്റെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ, പറ്റുന്നില്ലെങ്കിൽ അവൻ എന്നെ വിളിക്കത്തില്ലായിരുന്നു. ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയനെ. എടാ നികേഷ്, നിനക്ക് എന്നെ ഫോൺ ചെയ്യത്തില്ലായിരുന്നോ? നിനക്ക് തീരെ വയ്യേ? അങ്ങനെ സുധീഷ് നികേഷിന്റെ തോളിലേക്ക് കൈവയ്ക്കാനായി വരുമ്പോൾ കൈ തട്ടിമാറ്റിക്കൊണ്ട് നികേഷ് പറയുകയാണ്, പോ സുധീഷ് ഏട്ടാ, എന്നോട് മിണ്ടരുത്. അന്ന് എനിക്ക് പനി വന്നപ്പോൾ ഏട്ടത്തി എന്നെ നന്നായി നോക്കി. ഏട്ടത്തി ഇപ്പം വീട്ടിലില്ല, എല്ലാത്തിനും കാരണം സുധീഷ് ഏട്ടനാ. അപ്പൊ സുധീഷ് ചോദിക്കാണ്, എന്തേട്ടത്തി? ഞാൻ കാരണമല്ലേ നിനക്ക്
ഏട്ടത്തിയൊക്കെ ഉണ്ടായത്? എന്നെ നിനക്ക് വേണ്ട, പിന്നെന്തിനാ ഏട്ടത്തിയെ വേണമെന്ന് പറയുന്നത്? അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയതല്ലേ, അപ്പം നിങ്ങളെ വേണ്ടെന്നല്ലേ അർത്ഥം? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി ഇവിടുന്ന് പോകാൻ കാരണം സുധീഷ് ഏട്ടനോ? നിങ്ങൾ ശരിക്കും ഒരു ഫ്രോഡാ. നാക്കെടുത്താ നുണ പറയും, മോശമായിട്ട് പെരുമാറും, അതുകൊണ്ടല്ലേ ഏട്ടത്തി പോയത്. ഏട്ടാ നിർത്തലാന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷിനെ തള്ളി മാറ്റിക്കൊണ്ട് ഹരീഷ് പറയുകയാണ്, എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്? അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ച് സുധീഷ് ദേഷ്യത്തോടുകൂടി ഹരീഷിനെ തല്ലാനായി വരികയാണ്. ഹരീഷും സുധീഷിനെ തരുന്നു. ഇത് കണ്ട് നികേഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നിർത്തടാ, എന്താടാ ഇതൊക്കെ? ഒരുത്തൻ ഇവിടെ തീരെ വയ്യാതെ ഇരിക്കുമ്പോൾ നീയൊക്കെ തല്ലുണ്ടാക്കുകയാണ്. നീയൊക്കെ മനുഷ്യനാണോ? എല്ലാവർക്കും അവനവനെ പറ്റി മാത്രമേ ഉള്ളൂ ചിന്ത, മറ്റുള്ളവർക്ക് എന്തായാലും എന്താ? നികേഷ് നീ വാ, അവരടിച്ച് ചാവട്ടെ. അങ്ങനെ നികേഷിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. സുധീഷും ഹരീഷും ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോന്നു. നികേഷിനെ ബെഡിലേക്ക് എടുത്തി സുഭാഷ് പറയുന്നു, ഞാൻ നിനക്ക് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടുവരാം. ശരിയെന്ന് നികേഷ് തലയാട്ടുമ്പോൾ സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. നികേഷ് നിധിയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. സന്തോഷത്തോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് നിധി ചോദിക്കുന്നു, നികേഷ് സുഖമാണോടാ? ഏട്ടത്തി എന്ന് വിളിച്ച് നികേഷ് കരയുകയാണ്. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നു, എന്തിനാണ് നീ കരയുന്നത്? എന്തു പറ്റി? കരയാതെ നീ കാര്യം പറ. അപ്പൊ നികേഷ് ചോദിക്കാണ്, ഏട്ടത്തി എന്തിനാ പോയത്? ഏട്ടത്തി പോയതിനു ശേഷം ഇതൊരു വീടല്ല, വീണ്ടും പഴയതുപോലെ ഹരീഷ് ഏട്ടനും സുധീഷ് ഏട്ടനും കൂടി അടി ഉണ്ടാക്കുന്നു. ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. എനിക്ക് പനിയാ, എന്നെ നോക്കാൻ ആരുമില്ല, സഹായത്തിന് പോലും ആടില്ലായിരുന്നു. തനിച്ചു പോയതുപോലെ തോന്നി ഏട്ടത്തി. ഞാൻ ഏട്ടത്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിധി പറയണ, നികേഷ് നീ കരയാതെ, നീ ഡോക്ടറെ അടുത്ത് പോയോ? അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടൻ കൂട്ടിക്കൊണ്ടുപോയി, ഗുളികയൊക്കെ കഴിച്ചു, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല ഏട്ടത്തി. ഏട്ടത്തി ഇല്ലാതെ ഈ വീട് എനിക്ക് ഇഷ്ടമല്ല. ഏട്ടത്തി ഇനിയും തിരിച്ചു വരില്ലേ? ഏട്ടത്തി എനിക്ക് വേണ്ടി ഒന്ന് തിരിച്ചു വന്നൂടെ? വീട്ടിലേക്ക് വാ ഏട്ടത്തി പ്ലീസ്. അപ്പൊ നിധി പറയണ, ഏട്ടാ നികേഷ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. നികേഷ് കരഞ്ഞ് സംസാരിക്കുകയാണ്. നികേഷിന്റെ വാക്കുകൾ കേട്ട് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നിധി. ഫോൺ കട്ട് ചെയ്ത് നികേഷ് പൊട്ടിക്കരയുമ്പോൾ നിധി വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് രാവിലെ ഓട്ടോയിൽ കിളിക്കൂട്ടിലേക്ക് വരികയാണ് നിധി. പുറത്തിരിക്കുന്ന ഭാസ്കരനെ ദേഷ്യത്തോടുകൂടി നോക്കുകയാണ്. ഭാസ്കരൻ ടെൻഷനോടുകൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഹരീഷ് പറയുന്നു, വാ ഏട്ടത്തി. ഹരീഷ് സുഖമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയണു, സുഖം ഏട്ടത്തി. ഏട്ടത്തിക്ക് സുഖമല്ലേ? നിധി പറയുന്നു, സുഖം. ഏട്ടത്തി അകത്തേക്ക് വന്ന് പറഞ്ഞ് നിധിയെയും കൂടി ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. നിധി അകത്തേക്ക് കയറി വരുമ്പോൾ ഹരീഷ് ഉറക്കെ പറയുന്നു, സുഭാഷ് ഏട്ടാ ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കി. നിധിയെ കണ്ട് വിശ്വസിക്കാനാകാതെ നിധി എന്ന് വിളിച്ച് അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, നിധി തിരിച്ചു വന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമാണോ സത്യമാണോ? ഉറങ്ങിക്കിടക്കുന്ന നികേഷിന്റെ അരികിലേക്ക് ഇരുന്ന് നിധി ചോദിക്കുന്നു, എടാ നികേഷ് എന്താണ് നിനക്ക് പറ്റിയത്? നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നതേയില്ല. ഉറക്കം ഉണർന്ന നികേഷ് ഏട്ടത്തി എന്ന് വിളിച്ച് വിശ്വസിക്കാനാകാതെ എഴുന്നേറ്റിരിക്കുമ്പോൾ നെറ്റിയിൽ തൊട്ടു നോക്കി നിധി ചോദിക്കുന്നു, നിനക്കെന്താടാ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കുട്ടികളെ പോലെ പനി വരുന്നത്? നീ നന്നായിട്ട് കഴിക്കുന്നില്ലേ? വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നില്ലേ? കുടിക്കുന്നുണ്ട് ഏട്ടത്തി എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണം, മോളോട് ആരാ പറഞ്ഞത് അവന് പനിയാണെന്ന്? അപ്പൊ നികേഷ് പറയണ, ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാനാ ഏട്ടത്തിയോട് പറഞ്ഞത്. അപ്പൊ നിധി പറയണ, സുഭാഷ് എന്നെ ഫോണിൽ വിളിച്ചില്ലേ? അപ്പൊ പോലും സുഭാഷ് എന്നോട് പറഞ്ഞില്ലല്ലോ നികേഷിന് വയ്യാന്ന്. അവന് സുഖമാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ സുഭാഷ് പറയണ, ഇതൊക്കെ എന്തിനാ മോളോട് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതെന്ന് കരുതിയാ പറയാതിരുന്നത്? നികേഷിന്റെ നെറ്റിയിൽ തൊട്ട് നോക്കി നിധി ചോദിക്കുന്നു, ഡോക്ടറിന്റെ അടുത്ത് പോയായിരുന്നോ? ഇപ്പോഴും നല്ല പനിയുണ്ടല്ലോ, മരുന്ന് കഴിച്ചോ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി തിരിച്ചു വന്നില്ലേ, ഇനി എനിക്ക് ഒന്നും വേണ്ട, എല്ലാം പതിയെ ശരിയായിക്കോളും. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, നിധി എങ്ങനെയാ വന്നത്? നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി ചായ എടുക്കട്ടെ? ചായ എടുക്ക് സുഭാഷ് ഇട്ടാന്ന് നിധി പറയുമ്പോൾ ഞാൻ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ സുഭാഷ് സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. നിധി നികേഷുമായി സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കയറി സംസാരിക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ്. ഹരീഷ് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഒരു വാക്ക് സംസാരിക്കാൻ സമ്മതിക്കില്ല. സുധീഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പതിയെ പറയുന്നു, വന്നത് മുതൽ സുധീഷ് ഏട്ടൻ 2-3 ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നിനും മറുപടി തന്നില്ല. മിണ്ടാ നിൽക്കുന്ന നല്ലത്. സുഭാഷ് എല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കുകയാണ്. സുഭാഷ് ഏട്ടന് ചായ എടുത്തില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണേ, ഞാൻ പിന്നെ കുടിച്ചോളാം മോളെ. ചായ കുടിച്ചോണ്ടിരിക്കുന്ന നിധി പറയണേ, സുഭാഷ് ഏട്ടന്റെ ചായ ഞാൻ ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ സുഭാഷ് പറയണേ, മോള് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. അത് സാരമില്ലാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ, ഞാൻ ദോശ ഉണ്ടാക്കാം, മോള് കഴിച്ചിട്ട് പോയാൽ മതി. മോക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിധി പറയണ, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഈ ചായ മതി. നികേഷിനെ എന്ന് നോക്കിയിട്ട് സുഭാഷ് പറയണ, എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു. മോളെ കണ്ടപ്പോഴാണ് അവൻ എഴുന്നേറ്റിരുന്നത് പോലും. സുധീഷ് ചോദിക്കുന്നു, നിധിനെ ഓഫീസിലേക്കാണോ? നിധി മറുപടി കൊടുക്കാതെ ഇരിക്കുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് ചിരിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ഹരീഷിനെ നോക്കുകയാണ് സുധീഷ്. നികേഷ് പറയുന്നു, ഏട്ടത്തി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി. അവൾ സുഭാഷ് പറയാണ്, പനി വന്നത് മുതൽ ഏട്ടത്തിയെ കാണണമെന്ന് തോന്നുന്നു, ഏട്ടത്തിയോട് സംസാരിക്കണമെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മോളെ വീട് വിട്ടു പോയതുകൊണ്ടാ ഇവൻ ഈ പനി വന്നതെന്നാ തോന്നുന്നത്. നികേഷ് പറയണ, ഏട്ടത്തി തിരിച്ച് വീട്ടിലേക്ക് വന്നൂടെ? സുധീഷ് ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ നികേഷ് നീ മിണ്ടാതിരിക്കുക. അപ്പൊ നികേഷ് പറയണ, പ്ലീസ് ഏട്ടത്തി തിരിച്ച് വീട്ടിലേക്ക് വാ. സുധീഷ് ഏട്ടനുമായിട്ടല്ലേ ഏട്ടത്തിക്ക് പ്രശ്നം, സുധീഷ് ഏട്ടനെ വേണമെങ്കിൽ ഇവിടുന്ന് പറഞ്ഞു വിടാം. ഇത് കേട്ട് സുധീഷ് നീട്ടി നിൽക്കുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി തിരിച്ചു വരണം. ഏട്ടത്തി പ്ലീസ്. അത് ശരിയാകില്ല നികേഷ് എന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടനെ വേണ്ട, സുധീഷ് ഏട്ടൻ എവിടെയെങ്കിലും പോട്ടെ, ഇല്ലെങ്കിൽ കാറി കിടന്നുറങ്ങട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോട്ടെ, ഏട്ടത്തി വീട്ടിലേക്ക് വരണം. ഏട്ടത്തി ഇല്ലെങ്കിൽ ഈ വീടൊരു വീടല്ല. ഇത് കേട്ട് സുധീഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വരികയാണ് ഹരീഷ്. സുധീഷ് പതിയെ പറയണ, അവൻ എന്നെ പുറത്താക്കണമെന്ന്
എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ ഒരു വാക്ക് പറയുന്നില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടനും കൂടി അത് പറയാതിരിക്കുന്നതിൽ സന്തോഷിച്ചു. നിധിയും നികേഷും സുഭാഷും സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷും ഹരീഷും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്